ചെറുകിഴങ്ങ് കൃഷി ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ചെറുകിഴങ്ങെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല മിക്കവാറും ആൾക്കാർ. കാരണം ഇന്ന് കേരളത്തിൽ ഇത് ഒരു 50-100 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ വളരെ ദുർലഭം വീടുകളിൽ മാത്രം കാണുന്ന ദിവസമാണ് ചെറുകിഴങ്ങ്. അപ്പോൾ ഒരു 40-50 വർഷം മുന്നേ ഇത് കേരളത്തിൽ ഇഷ്ടം പോലെ ആയിരുന്നു, സുലഭമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുകിഴങ്ങെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉരുളക്കിഴങ്ങ് പോലെ തന്നെ പൊട്ടാറ്റോ പോലെ തന്നെ അതേ വലുപ്പത്തിലുള്ള ഒരു സാധനമാണ് ചെറുകിഴങ്ങ്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ്. പക്ഷേ ഈ ചെറുകിഴങ്ങിൻ്റെ മുകളിൽ മുഴുവനും ഈ ചക്കയുടെ മുകളിൽ മുള്ളുള്ള പോലെ ഏകദേശം അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ചെറിയ ഇങ്ങനെ ഓരോ രോമങ്ങൾ പോലെ ഉണ്ടായിരിക്കും. അതാണ് ചെറുകിഴങ്ങ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് മുളച്ചു വന്നാണ്. അപ്പോൾ ഇത് സാധാരണ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ ചെറുകിഴങ്ങ് നട്ട് വളർത്തുക. ഇതപ്പോൾ ജനുവരി ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിൽ മഴയ്ക്ക് മുമ്പ് ഇത് കുഴിച്ചിടും. അപ്പം ഞാൻ 2 മാസം മുന്നാണ് കുഴിച്ചിട്ടത്. അപ്പോൾ ഉണ്ടോ, ഒരു 4 അടി വട്ടത്തിലുള്ള ഒരു കുഴി കുത്തി 1 അടി താഴ്ച, അതിന് ശേഷം നിറയെ ചവറുകളൊക്കെ ഇട്ടിട്ട് മൂടി, അതിലൊരു കൊട്ട ചാണകം ഇട്ടിട്ട് അതിലാണ് നമ്മുടെ ഈ ചെറുകിഴങ്ങ് നട്ടത്. കണ്ടോ, അപ്പോൾ ഈ ഏപ്രിൽ മാസം വന്നു, മഴ വന്നു, ഇത് മുളച്ച് പെട്ടെന്ന് മുള വന്നിട്ട് കണ്ടോ ഇതുപോലെ. അപ്പോൾ ഇതൊരു വള്ളിച്ചെടിയാണ്. ഈ കയറമ്മോടെ കണ്ടോ, ഇതുമോടെ ഇങ്ങനെ ചുറ്റി ഇടന്ന് കയറിക്കോളും. അപ്പോൾ ഈ വള്ളിയും ഒരു ചെറിയൊരു മുരുന്നുണ്ട്, അതായത് ഒരു മുള്ള് പോലെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ കൈ അങ്ങനെ ഇങ്ങനെ തടവി വരണമെങ്കിൽ കൈമൊക്കെ ഇങ്ങനെ അരം പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചുറ്റിയിട്ട് റൗണ്ട് ചെയ്തിട്ട് കയറി പോകുന്നത്. അല്ലാണ്ട് നമ്മളുടെ പാവയ്ക്ക അല്ലെങ്കിൽ പാവൽ ചെടി, കോവയ്ക്ക ചെടി, ഇതുമൊക്കെ ഒരു സ്പ്രിങ് പോലെ ഒരു സാധനമുണ്ട്, അതുമോടെയാണ് അതിങ്ങനെ ചുറ്റി കെട്ടി കയറിപ്പോവും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് റൗണ്ടായിട്ട് ഇങ്ങനെ കയറിപ്പോവും. അപ്പോൾ ഇത് നമ്മളുടെ ഉരുളക്കിഴങ്ങ് പോലെ തന്നെ കാണുമ്പോൾ തോന്നുള്ളൂ, അതേ കളറ്. ഇതാണ് നമ്മളുടെ കാച്ചിൽ അല്ലെങ്കിൽ കാവുത്ത് എന്ന് പറയുന്ന സാധനം, കുത്തുകിഴങ്ങെന്നൊക്കെ പറയും. അപ്പോൾ തൃശ്ശൂർ ഭാഷകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇതിന് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം. ഫസ്റ്റ് ഏതെങ്കിലും ഒരു മരത്തുമ്മയ്ക്കാണ് കയറാനായിട്ട്. ഈ മരത്തുമ്മയ്ക്ക് നമ്മൾ കയറാനായിട്ട് ഒരു വള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ണം കുറഞ്ഞൊരു വടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മരത്തുമ്മയ്ക്ക് ഇത് ചുറ്റി കയറിയതിന് ശേഷം ഈ വടി സപ്പോർട്ട് കൊടുക്കുന്ന സാധനം കേടായി പോയാലൊന്നും കുഴപ്പമില്ല. കണ്ടോ, ഇനി ഈ മാവുമ്മയ്ക്ക് അങ്ങോട്ട് ചുറ്റി പടർന്ന് കയറും. മാവിൻ്റെയും അല്ലെങ്കിൽ പ്ലാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റു മരത്തിൻ്റെ മുകളിൽ പോയിട്ട് വിരിയമിട്ട് പൊട്ടണ പോലെ അങ്ങോട്ട് ആകെ പടരും. ആ സമയം ഇവിടെ ഈ കുഴിയിൽ ഡൈന ഇരിക്കുന്ന പോലെ കണ്ട, കുഴിയമിട്ട് എന്നൊക്കെ പറയും. അതിൽ ഒരു 10 കിലോ 20 കിലോ 30 കിലോ എന്നിട്ട് മോളിക്ക് പോകുന്തോറും ഇതിൻ്റെ അടിയിലുള്ള ഈ കിഴങ്ങ് ഇങ്ങോട്ട് വലുതായി വരും. അപ്പം നമ്മൾ ഈ കുഴിയുത്തുമ്പോൾ ഒരു 3 അടി 4 അടി വട്ടത്തിൽ അങ്ങോട്ട് കുഴിയുത്താം. പിന്നെ 1 അടി താഴ്ച ചവറിട്ട് മൂടി അതിൻ്റെ മുകളിലാണ് നമ്മൾ വയ്ക്കുക. അപ്പോൾ ഇവ അങ്ങോട്ട് കുഴിയുടെ വലുപ്പം അനുസരിച്ച് അല്പം വളം കൂടി കൊടുത്തന്നെ പറയണ്ട, ചിലപ്പോൾ 25, 30, 50 കിലോ തൂക്കത്തിൽ ഇങ്ങോട്ട് വരും ആൾ. അത് വളം കിട്ടുന്ന അനുസരിച്ചിട്ട്. അപ്പോൾ ഇതിനുള്ള പ്രത്യേകത ഉണ്ടോ, നമ്മൾ ഈ കുഴിയിൽ വിട്ടാൽ മതി. ഇനി ഈ കുഴിയുടെ ചുറ്റുള്ള പുല്ല് മാത്രം കളഞ്ഞാൽ മതി. ഇതിൻ്റെ വള്ളി കിടക്കുന്നത് ഇവിടെ മുകളിൽ ഏതോ മാവിൻ്റെയും മരത്തിൻ്റെ മുകളിൽ പോയിട്ടാണ് പടർന്നു വന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫലം താഴെ തന്നെ കിട്ടും. ഇതുപോലെ തന്നെ ഒരു സാധനമുണ്ട്, എന്താണ്, ഇപ്പോൾ 2 സാധനങ്ങളായി, ചെറുകിഴങ്ങ് പിന്നെ കാച്ചിൽ. ഇതുപോലെ തന്നെ ഈ കേരളത്തിലുണ്ടായിരുന്ന ഒരു സാധനമാണ്, നിങ്ങളൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, മലയാളി ഇന്ന് കേൾക്കാത്തൊരു സാധനം, അട, പുല്ലട, മൈദട എന്നൊക്കെ കേട്ടോ, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ അട എന്നൊക്കെ നിങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ അടത്താപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പച്ചക്കറി ഉണ്ട്, ഇതുപോലെ തന്നെ ഒരു സാധനം. അത് നിങ്ങളുടെ ആരെങ്കിലും വീടുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് അയക്കുക, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ഇപ്പോൾ ഞാൻ പറയാം. എൻ്റെ യൂട്യൂബിലുണ്ട്. അപ്പോൾ 95 67 134 333 ഈ നമ്പറിൽ എന്നെ ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വന്നിട്ട് വാങ്ങിക്കാം. എനിക്കൊന്ന് കൃഷി ചെയ്യാനാണ്. അപ്പോൾ ഉണ്ടല്ലേ, പയറ് കോവലാണിത്, കോവലിൻ്റെ ഉള്ളി നട്ടത് കണ്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കേരളത്തിൽ പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല.
അപ്പം നിങ്ങളുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വന്നിട്ട് മേടിക്കാൻ തയ്യാറാണ്. കണ്ടില്ലേ നമ്മളുടെ കാച്ചിൽ, കാവുത്ത്, കുത്തുകിഴങ്ങ്, ഇവന് 3 പേരുണ്ട്. അപ്പോൾ നമ്മൾ കപ്പ, പൂളക്കിഴങ്ങ്, മരച്ചീനി എന്നൊക്കെ പറയണ പോലെ തന്നെയാണ്. അപ്പോൾ സബിത വന്നിട്ട് എന്നെ വിളിച്ചു, വായ പോരെ, സമയം കുറേ 8:30 കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ പുറകുവശത്താണ് ഞാൻ വന്നത്. അപ്പോൾ മുൻവശത്ത് വന്നിട്ട് ഗേറ്റൊക്കെ പൂട്ടിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇതാ എൻ്റെ വീടാണ്. എൻ്റെ വീടൊന്നും വഴിയിൽ നിന്ന് കാണാൻ പറ്റില്ല, കാരണം ഫുള്ള് മരങ്ങൾ കണ്ടല്ലേ. മാവ്, ബംബിളൂസ് നാരകം, സപ്പോട്ട, പിന്നെ റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ കണ്ടില്ലേ, കിളിച്ചുണ്ടൻ മാവ്, ലൂവിക്ക, സപ്പോട്ട, ഇതൊക്കെ ഫുള്ളാണ് കണ്ടോ. അപ്പോൾ വളരെ തണുപ്പാണ് എൻ്റെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ. AC ഒന്നും ഞങ്ങൾക്ക് ഉപയോഗിക്കണ്ട. പിന്നെ പേരിന് 2 AC വെച്ചിട്ടുണ്ട്, കാരണം എൻ്റെ മരുമകനും മരുമകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ ഉപയോഗമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. എപ്പോഴും നല്ല കുളിർമയാണ്, കാരണം ഫുള്ള് മരങ്ങൾ. അപ്പോൾ ഒരു കാടിൻ്റെ പ്രതീതിയാണ് എൻ്റെ വീട്ടിൽ. അപ്പോൾ സബിത മുൻവശത്തെ വാതിലൊക്കെ കുറ്റിട്ട് വെച്ചാണ് ഞാൻ വീണ്ടും പുറകിലേക്ക് പോവാണ്. കോഴിക്കോടൊന്നും തുറന്നിട്ടില്ല, കാരണം നിറയെ തെരുവ് നായ്ക്കൾ, തെണ്ടിപ്പട്ടികളാണ്. അപ്പോൾ തെണ്ടിപ്പട്ടികൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് കോഴീനെയൊക്കെ പിടിച്ചുകൊണ്ടുപോകും പകൽ. രാത്രിയിൽ മരപ്പട്ടി വരും, മരപ്പട്ടി ഒന്ന് പിടിച്ചുകൊണ്ടുപോകും. അതുകൊണ്ട് ചില സമയത്താണ് കോഴീനെ അയച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഈ നിലത്ത് കിടക്കുന്നതാണ് ചാമ്പയ്ക്ക, കൂജേര ഷേപ്പാണ് കണ്ടില്ലേ. ഇതൊക്കെ പണ്ട് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ്. ഇന്ന് തിന്നാനൊന്നും ആളില്ല, ആർക്കും വേണ്ട. എല്ലാവർക്കും ലഡു, ജിലേബി, അല്ലെങ്കിൽ മസാല ദോശ ഇതൊക്കെ ഉണ്ട്. ഇൻഡോമി അല്ല, മാഗി, ഇപ്പി, ഇതൊക്കെ. അപ്പം ഞാൻ ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിലായിട്ട് കാണുന്നുണ്ട്. അതുവരെ നന്ദി, നമസ്കാരം. അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ കൃഷിയൊക്കെ കുറേശ്ശെ ചെയ്യുക. എനിക്ക് ബിസിനസ്മാനാണ് ഞാൻ. അപ്പം ഞായറാഴ്ച മുഴുവനും എൻ്റെ പണി ടൂർ നടക്കുക. മറ്റുള്ള ദിവസങ്ങളിൽ കാലത്ത് 2 മണിക്കൂർ കൃഷി. പിന്നെ നേരെ എൻ്റെ ഷോപ്പിൽ, സൂപ്പർ മാർക്കറ്റ്, NH 544 ലൂക്കാസ് മാർക്കറ്റ്, ചാലക്കുടി അപ്പോളോ ടയേഴ്സിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ കട. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. വീണ്ടും കാണാം.